Good morning all. ഞാൻ Ramakrishnan T B, MD and CEO ഓഫ് Sharewealth Securities ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമ്മൾക്ക് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കാം. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരു മിക്സഡ് ട്രെൻഡിലാണ്. ജാപ്പനീസ് മാർക്കറ്റ് ഏകദേശം 1.2% താഴെയാണ് ഇന്ന്. അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റുകൾ ഒരു മിക്സഡ് ട്രെൻഡാണ് വളരെ വോളട്ടൈലാണ് മിക്സഡ് ട്രെൻഡാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് ഗവൺമെൻറ് എക്കണോമീനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലസ് അനൗൺസ് ചെയ്യുന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് മാർക്കറ്റിൽ കാണുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് വളരെ വോളട്ടൈലാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ അതിന് പിന്നത്തെ ആഴ്ചയിൽ ചൈനീസ് സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് നടത്തുന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ് അവിടുത്തെ എക്കണോമി പ്രൊപ്പപ്പ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മെറ്റൽ സ്റ്റോക്കുകളിലും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം കാണുന്നുണ്ട്. കോപ്പറാണ് ഇന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് നന്നായിട്ട് മുന്നേറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പ്രത്യേകിച്ച് കമ്മോഡിറ്റികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ചൈനയിലൊരു സ്റ്റിമുലസ് ഒക്കെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മുടെ അവിടെയുള്ള മെറ്റൽ സ്റ്റോക്കുകൾക്കും അത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഇനി നമ്മൾ ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഡൗ ജോൺസ് 10 പോയിന്റ്, അതുപോലത്തെ S&P 500 10 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 47 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. വോളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വീക്സ് അവിടെ 13.96 ആണ് താഴെ വന്നിരിക്കുകയാണ്. അതിന് തലേ ദിവസം 14.73 അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ ഏഷ്യയും ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ചില മാർക്കറ്റുകൾ മാത്രമായിരുന്നു വീക്കായിട്ട് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്ന് ഒരു മിക്സഡ് ട്രെൻഡാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. ഇനി നമ്മൾ കമോഡിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ക്ലോസ് ചെയ്ത് $1981.50 പെർ ഔൺസിനാണ്. മിനിഞ്ഞാന്ന് ക്ലോസ് ചെയ്തിരുന്നത് $1978.65 പെർ ഔൺസിനാണ്. അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള $1963 പെർ ഔൺസിനാണ്. ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ഇന്നും ട്രേഡ് ചെയ്യുന്നത്. ഇന്നും മോർണിംഗിലും ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സെയിം ലെവൽ തന്നെയാണ്. വലിയ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് കാണുന്നില്ല. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഇന്നലെ ക്ലോസ് ചെയ്ത് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. മോർണിംഗിലും വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. മെറ്റൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈസ്, അരിയുടെ പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 52 വീക്ക് ഹൈയിലേക്ക് പോവുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ മൺസൂണൊക്കെ വലിയ രീതിയിൽ അഫക്റ്റഡ് ആവുകയാണെങ്കിൽ റൈസ് പ്രൈസ് ഇനിയും കൂടുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻഫ്ലേഷണറി ന്യൂസാണ് ഗ്ലോബൽ ഫുഡ് മാർക്കറ്റിലും അതുപോലത്തെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ ജനറലി ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള റീബൗണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെയും സ്മോൾ ബാങ്കുകളുടെ റീബൗണ്ടാണ്. വലിയ രീതിയിൽ റീബൗണ്ടാണ് ഇന്നലെയൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടെസ്ല നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. ടെസ്ലയുടെ വെഹിക്കിൾസിനെല്ലാം തന്നെ EV ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സബ്സിഡി അമേരിക്കയിൽ കിട്ടുന്നുള്ള ന്യൂസ് വീണ്ടും വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ടെസ്ലയുടെ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ $221 പെർ ഷെയറിലാണ് ഇന്നലെ ടെസ്ല ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ $104 പെർ ഷെയറിന് റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കും കൂടി. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിളും 100% തന്നെ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ആൽഫബറ്റ് ഒന്നിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആമസോൺ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. AMD ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് അമേരിക്കൻ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. $179 പെർ ഷെയറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്.